നമസ്കാരം. VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സമ്മാന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. ഭവനരഹിതരായ 100 പേരെ ഒന്നിച്ച് കൈകോർക്കുന്ന ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. അപ്പോൾ ഈ പദ്ധതിയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. പങ്കാളിയാകാമെന്ന് പറഞ്ഞ് എങ്ങനെ പങ്കാളിയാവാം? ടോക്കൺസ് എടുത്ത്. ടോക്കൺസ് എടുത്ത് 500, 1000, 1500, 5000, 10000 രൂപ ഒരു ടോക്കൺസുകൾ അവൈലബിൾ ആണ്. ഇതിലോ? ഇതിന് 500 രൂപയ്ക്ക് എടുത്താൽ 2 കിട്ടും. 1000 രൂപയ്ക്ക് 5, 1500 7, 5000 രൂപയ്ക്കാണെങ്കിൽ 25, 10000 രൂപയ്ക്കാണെങ്കിൽ 50 ഓഫറാണ് അവർ വെച്ചേക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്തെന്നറിയാം, പാലക്കാട് നടത്തിയ ട്രസ്റ്റ് നടത്തിയതിൽ അവർ കള്ളത്തരം കാണിച്ചു എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ? അവർ കള്ളത്തരം കാണിക്കാതിരിക്കുക ചെയ്തോട്ടെ. നമ്മളെല്ലാം സത്യസന്ധമായിട്ടല്ലേ ചെയ്യുന്നത്. ഈ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ആശ്രയ സമ്മാന പെരുമഴ. അതിൽ മറ്റുള്ളവർ കള്ളം കാണിക്കാതിരിക്കുക ചെയ്യുന്നതായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസും ഒന്നിക്കുന്ന ഈ ഒരു സമ്മാന പദ്ധതി പാലക്കാടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയത് കണക്കല്ല. ഞങ്ങളത് ഓൾറെഡി ബാങ്ക് ടോക്കനാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രസ്റ്റ് റെസിപ്റ്റാണ് കൊടുക്കുന്നത്. 5000-ന് മുകളിൽ കൂപ്പൺ എടുക്കുന്ന ആളിനല്ല, ടോക്കൺ എടുക്കുന്ന ആളിന് ഞങ്ങൾ ബാലരാമപുരം കൈത്തറിയ തുണിത്തരങ്ങൾ നൽകും. അത് ഞങ്ങൾ തികച്ചും സൗജന്യമായാണ് നൽകി പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ തരുന്ന ഓരോ ടോക്കനും ഞങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ സമ്മാനം ലഭിച്ചാലും നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ 100 പേർക്ക് ഭവനം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട 100 പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു ഇതും വെച്ചിട്ട് ആ ഒരു രീതിക്കല്ല ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ സമ്മാന പരിപാടിയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കൂ. അയ്യോ, സുവർണ അവസരം വരെ പറഞ്ഞിങ്ങനെ നിർത്തിയൊക്കെയല്ലേ. ബാക്കി പറയാം. ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ ടോക്കൺ എടുക്കുന്നവർക്ക് വമ്പൻ സമ്മാനങ്ങളാണ് കിട്ടുന്നത്. അതുമാത്രമല്ല, വമ്പൻ ഓഫറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാര്യം 500 രൂപയ്ക്കാണെങ്കിൽ 2 ടോക്കൺസേ അപ്പോൾ കൊടുക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ 20-ാം തീയതിക്ക് മുമ്പ് എടുത്താൽ 5 ടോക്കൺസ് കിട്ടും. അതുപോലെ 1000 രൂപയ്ക്ക് 5 ടോക്കൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി ഇപ്പോൾ 20-ാം തീയതിക്ക് മുമ്പ് എടുക്കണമെങ്കിൽ 10 ടോക്കൺസ് കിട്ടും. അതുപോലെ 1500 രൂപയ്ക്ക് 7-ന് പകരം 15, 5000-ന് 25-ന് പകരം 50, 10000-ന് 50-ന് പകരം 100 എന്നീ ടോക്കൺസുകളാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ടോക്കന് 100 രൂപയല്ലേ ആവുന്നുള്ളൂ? അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആശ്രയ സമ്മാന പെരുമഴ നിങ്ങൾക്കറിയാമല്ലോ. അതിൽ എത്രയും പെട്ടെന്ന് ടോക്കൺ എടുത്ത് ആ കുടുംബങ്ങളെ രക്ഷിക്കുന്നതോടൊപ്പം, കുടുംബങ്ങളെ എന്ന് പറഞ്ഞാൽ 11ഓളം കുടുംബങ്ങൾ ജപ്തി ഭീഷണി നേരിടുന്നവരാണ്. അവർ രക്ഷിക്കുന്നതോടൊപ്പം 100 പേർക്ക് വീടൊരുക്കുന്നതിനുള്ള സാഹചര്യം നിങ്ങളിലൂടെ വരുന്നതാണ് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ. അതെ, നേരം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. മാറിപ്പോയി. അയ്യോ, നമ്മൾ മറ്റേ പ്രോഗ്രാം എടുക്കാൻ വന്നതല്ലേ, കുസൃതി ചോദ്യം, കിങ് ഓഫ് ഡേ. എന്തായാലേ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ നമ്മളെ ചില പ്രേക്ഷകർക്ക് ഈ ഒരു ടോക്കൺ എടുക്കാൻ ചിലപ്പോൾ താല്പര്യം കാണും. കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളവർ താണ്ടെ ഈ കാണുന്ന നമ്പറിൽ അങ്ങ് വിളിച്ചാൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. എന്തായാലും മാന്യ പ്രേക്ഷകരെ, ഞങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ പ്രോഗ്രാം എടുക്കാൻ മാറിപ്പോയി, ശരി തന്നെ, ഇതെല്ലാം ശരിയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും സീസൺ 1 ഉണ്ടായിരുന്നു. ആശ്രയ സമ്മാന പെരുമഴ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ സീസൺ 2-ൽ ഞങ്ങൾക്ക് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കം ഞങ്ങൾ കുറിക്കുകയും ചെയ്തു. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ആശ്രയ സമ്മാനയുടെ ഭാഗമായി ടോക്കൺ എടുത്ത് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ്. നമുക്ക് താമസിക്കണ്ട, പോവാം. ഇവിടെ നല്ല വൈബുള്ള സ്ഥലങ്ങൾ അവിടെ ഇരുന്നാലോ? അവിടെ ആകുമ്പോൾ കൊള്ളാം, നല്ല കാറ്റുമുണ്ട്. ചോദ്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ചോദ്യങ്ങളൊക്കെ സെറ്റ്, സൂപ്പർ ചോദ്യം. ഞാൻ വായിച്ചു നോക്കി, എല്ലാം നല്ല അടിപൊളി. കാരണം നല്ല ജനപിന്തുണ ഉണ്ട് ആ ഒരു പ്രോഗ്രാമിന്. അത് ശരിയാ, അത് ഭയങ്കര ജനപിന്തുണയുണ്ട്. പക്ഷെ കമന്റ് ചെയ്യുന്നവർക്ക് ഒരു സംശയം എന്തെന്നറിയാം, ഈ തമ്പിൽ കിടക്കുന്നതും ഇത് ഒന്നാണോ എന്നൊരു സംശയം പിടികിട്ടിയാ? അത് നമുക്കിന്ന് വ്യക്തമായി. അതെ 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 അതെ. ഇനി സാധാരണ. നമസ്കാരം. VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സമ്മാന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. ഭവനരഹിതരായ 100 പേരെ ഒന്നിച്ച് കൈകോർക്കുന്ന ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. അപ്പോൾ ഈ പദ്ധതിയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. പങ്കാളിയാകാമെന്ന് പറഞ്ഞ് എങ്ങനെ പങ്കാളിയാവാം? ടോക്കൺസ് എടുത്ത്. ടോക്കൺസ് എടുത്ത് 500, 1000, 1500, 5000, 10000 രൂപ ഒരു ടോക്കൺസുകൾ അവൈലബിൾ ആണ്. ഇതിലോ? ഇതിന് 500 രൂപയ്ക്ക് എടുത്താൽ 2 കിട്ടും. 1000 രൂപയ്ക്ക് 5, 1500-ന് 7, 5000 രൂപയ്ക്കാണെങ്കിൽ 25, 10000 രൂപയ്ക്കാണെങ്കിൽ 50. വമ്പൻ ഓഫറാണ് അവർ വെച്ചേക്കുന്നത്.
പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്തെന്നറിയാം, പാലക്കാട് നടത്തിയ ട്രസ്റ്റ് നടത്തിയതിൽ അവർ കള്ളത്തരം കാണിച്ചു എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ? അവര് കള്ളത്തരം കാണിക്കാതിരിക്കുക ചെയ്തോട്ടെ, നമ്മളെല്ലാം സത്യസന്ധമായിട്ടല്ലേ ചെയ്യുന്നത്. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ആശ്രയ സമ്മാന പെരുമഴ. അതിൽ മറ്റുള്ളവർ കള്ളം കാണിക്കാതിരിക്കുക ചെയ്യുന്നതായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസും ഒന്നിക്കുന്ന ഈ ഒരു സമ്മാന പദ്ധതി പാലക്കാടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയത് കണക്കല്ല. ഞങ്ങളത് ഓൾറെഡി ബാങ്ക് ടോക്കനാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രസ്റ്റ് റെസിപ്റ്റാണ് കൊടുക്കുന്നത്. 5000-ന് മുകളിൽ കൂപ്പൺ എടുക്കുന്ന ആളിനല്ല, ടോക്കൺ എടുക്കുന്ന ആളിന് ഞങ്ങൾ ബാലരാമപുരം കൈത്തറിയ തുണിത്തരങ്ങൾ നൽകും. അത് ഞങ്ങൾ തികച്ചും സൗജന്യമായാണ് നൽകി പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ തരുന്ന ഓരോ ടോക്കനും ഞങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ സമ്മാനം ലഭിച്ചാലും നിങ്ങൾക്ക്, അതോടൊപ്പം തന്നെ 100 പേർക്ക് ഭവനം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട 100 പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു ഇതും വെച്ചിട്ട് ആ ഒരു രീതിക്കല്ല ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ സമ്മാന പരിപാടിയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കൂ. അയ്യോ, സുവർണ അവസരം വരെ പറഞ്ഞിങ്ങനെ നിർത്തിയൊക്കെയല്ലേ സമ്മാനങ്ങളാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, വമ്പൻ ഓഫറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാര്യം 500 രൂപയ്ക്കാണെങ്കിൽ 2 ടോക്കൺസേ അപ്പോൾ കൊടുക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ 20-ാം തീയതിക്ക് മുമ്പ് എടുത്താൽ 5 ടോക്കൺസ് കിട്ടും. അതുപോലെ 1000 രൂപയ്ക്ക് 5 ടോക്കൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി ഇപ്പോൾ 20-ാം തീയതിക്ക് മുമ്പ് എടുക്കണമെങ്കിൽ 10 ടോക്കൺസ് കിട്ടും. അതുപോലെ 1500 രൂപയ്ക്ക് 7-ന് പകരം 15, 5000-ന് 25-ന് പകരം 50, 10000-ന് 50-ന് പകരം 100 എന്നീ ടോക്കൺസുകളാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ടോക്കന് 100 രൂപയല്ലേ ആവുന്നുള്ളൂ? അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആശ്രയ സമ്മാന പെരുമഴ നിങ്ങൾക്കറിയാമല്ലോ. അതിൽ എത്രയും പെട്ടെന്ന് ടോക്കൺ എടുത്ത് ആ കുടുംബങ്ങളെ രക്ഷിക്കുന്നതോടൊപ്പം, കുടുംബങ്ങളെ എന്ന് പറഞ്ഞാൽ 11ഓളം കുടുംബങ്ങൾ ജപ്തി ഭീഷണി നേരിടുന്നവരാണ്. അവർ രക്ഷിക്കുന്നതോടൊപ്പം 100 പേർക്ക് വീടൊരുക്കുന്നതിനുള്ള സാഹചര്യം നിങ്ങളിലൂടെ വരുന്നതാണ് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ. അതെ, ഞാനും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. മാറിപ്പോയി. അയ്യോ, നമ്മൾ മറ്റേ പ്രോഗ്രാം എടുക്കാൻ വന്നതല്ലേ, കുസൃതി ചോദ്യം, കിങ് ഓഫ് ഡേ. എന്തായാലേ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോ നമ്മളെ ചില പ്രേക്ഷകർക്ക് ഈ ഒരു ടോക്കൺ എടുക്കാൻ ചിലപ്പോ താല്പര്യം കാണും. കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളവർ താണ്ടെ ഈ കാണുന്ന നമ്പറിൽ അങ്ങ് വിളിച്ചാൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. എന്തായാലും മാന്യ പ്രേക്ഷകരെ, ഞങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ പ്രോഗ്രാം എടുക്കാൻ മാറിപ്പോയി, ശരി തന്നെ, ഇതെല്ലാം ശരിയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും സീസൺ 1 ഉണ്ടായിരുന്നു. ആശ്രയ സമ്മാന പെരുമഴ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ സീസൺ 2-ൽ ഞങ്ങൾക്ക് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കം ഞങ്ങൾ കുറിക്കുകയും ചെയ്തു. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ആശ്രയ സമ്മാനയുടെ ഭാഗമായി ടോക്കൺ എടുത്ത് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ്. നമുക്ക് താമസിക്കണ്ട, പോവാം. ചെയ്യുന്നവർക്ക് ഒരു സംശയം എന്തെന്നറിയാം, ഈ തമ്പിൽ കിടക്കുന്നതും ഇത് ഒന്നാണോ എന്നൊരു സംശയം പിടികിട്ടിയാ? അത് നമുക്ക് വ്യക്തമായി. VMTVയുടെ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. ഇന്ന് ഞങ്ങൾ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കണ്ടല്ലോ, അടിപൊളി വൈബ് എന്ന് വെച്ചാൽ വൈബിന്റെ വൈബ്. ഇവിടെ മുഴുവനും ആമാള്. ഇതേ നമ്മുടെ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും ഇവിടെ ഇങ്ങോട്ട് തല പൊക്കിയിട്ട് നോക്കുക. എന്തായാലും ഇന്നത്തെ ചോദ്യങ്ങൾ അടിപൊളി ആയില്ല എങ്കിൽ ആമയ്ക്ക് ഞാൻ ഇട്ടു കൊടുക്കും. എനിക്ക് തോന്നി അടുത്ത അതായിരിക്കും പറയാൻ വന്നത്. അത് തന്നെ. എന്തായാലും അടിപൊളി ചോദ്യങ്ങൾ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി വരട്ടെ. അതിന് മുമ്പ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞങ്ങളൊന്ന് പറയാം. അതെ, 10 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അല്ല, 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിവ് നേടാനുള്ള GK ക്വസ്റ്റ്യൻസും, അതുപോലെ മറ്റ് 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിരിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടിയുള്ള നല്ല അടിപൊളി കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആക്കിയത്. അതിനെയാണ് ഈ കുറ്റങ്ങളൊക്കെ ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, എന്തായാലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് ഞാൻ പറയും. ലഭിക്കാൻ പോകുന്നത് ബാലരാമപുരം കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങളാണ്. ആദ്യം സമ്മാനം വീണവർക്ക് ഓൾറെഡി സമ്മാനങ്ങൾ ഇവിടെ നിന്ന് പാഴ്സൽ ചെയ്തിട്ടുണ്ട്. അവരുടെ അഡ്രസ്സിൽ എത്രയും പെട്ടെന്ന് അവർക്ക് സമ്മാനം. മറ്റു കാര്യം പറഞ്ഞില്ല, ഈ 10 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ കമന്റ് വഴി ഞങ്ങളെ അറിയിക്കുക. കമന്റിൽ ഫോൺ നമ്പർ കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ആ കമന്റ്സിൽ എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ ആരാണോ കറക്റ്റ് പറയുന്നത്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരെ വെച്ചിട്ട് ഒരു നറുക്കെടുപ്പ് നടത്തി അതിൽ ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ബാലരാമപുരം കൈത്തറിയുടെ സമ്മാനം നൽകുന്നതാണ്.
ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ പേരും കമന്റ് ഇടുമ്പോൾ അവരുടെ ഫോൺ നമ്പറും കൂടി വെക്കണം. കാര്യം ഗിഫ്റ്റ് കിട്ടുന്ന ആർക്കാണോ പ്രൈസ് അടിക്കുന്നത് അവരെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ്. ഓക്കെ. അപ്പോൾ അതിമനോഹരമായ തുണിത്തരങ്ങൾ ബാലരാമപുരം കൈത്തറി സ്പോൺസർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം ഞാൻ എന്തായാലും ഒന്നും കൂടെ പറയാം, അടിപൊളി ചോദ്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ആമയ്ക്ക് കൊടുക്കും. അയ്യോ, ആമകളെല്ലാം 100-100 1000-ഓളം ആമകൾ ഇതിനകത്തുണ്ട്. അയ്യോ, എന്തായാലും ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ തന്നെ പറയുന്നിട്ട് ക്വസ്റ്റ്യൻ കൊള്ളായിരുന്നോ കൊള്ളത്തില്ലേന്നോ. എന്തായാലും ഒരു അറിവ് നേടാനുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാമേ. വള്ളംകളിക്ക് പ്രശസ്തമായ സംസ്ഥാനം ഏതാണ്? വള്ളംകളിക്ക് പ്രശസ്തമായ സംസ്ഥാനം ഏതാണ്? നമ്മൾ വള്ളംകളിക്ക് കാണാൻ പോകത്തില്ലേ, അതിന് ഏറ്റവും കൂടുതൽ പ്രശസ്തമായ സംസ്ഥാനം വള്ളംകളിക്ക് നമ്മുടെ കേരളത്തിലാണോ? ഈ കൂടുതലൊന്നും സംസാരിക്കുന്ന ഞാൻ പറഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അതിന്റെ ആൻസർ അങ്ങ് ഓട്ടോമാറ്റിക്കലി പറയുകയാണ്. അതായത് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി കൂടുതലൊന്നും പറയാം. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അതോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് നിങ്ങൾക്ക് തുറക്കാൻ കഴിയുന്നത് എന്നാൽ അടയ്ക്കാൻ പറ്റാത്തത്? എന്താണ് നിങ്ങൾക്ക് തുറക്കാൻ കഴിയുന്നത് എന്നാൽ അടയ്ക്കാൻ കഴിയാത്തത്? എന്താണ്? സാധനം തുറക്കാൻ പറ്റും, പക്ഷെ നമുക്കത് അടയ്ക്കാൻ പറ്റത്തില്ല. സിമന്റ് വെച്ചൊക്കെ അടയ്ക്കാം, പക്ഷെ അത് നോർമൽ ആയിട്ടുള്ള ഒരു അടപ്പല്ലല്ലോ. ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, പ്രകൃതിയുടെ ഒരു ജീവിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. അടപ്പ് വെച്ചൊന്നും അടയ്ക്കാൻ പറ്റില്ല. നമ്മളിത് ആഹാരത്തിന്റെ കൂടെയൊക്കെ, ചോറിന്റെ കൂടെയൊക്കെ പൊരിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ്. ചോറിന്റെ കൂടെയൊക്കെ പൊരിച്ച് കഴിക്കുന്ന സാധനം. എന്നാലും ചോദ്യം കൊള്ളാം, എനിക്ക് മനസ്സിലായില്ല. മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാമായണം. ഈ രാമായണം എഴുതിയത് ആരാണ്? രാമായണം എഴുതിയത് ആരാണ്? എന്തോ ഞാൻ പറയത്തില്ല, പ്രേക്ഷകർ പറയട്ടെ. കാളിദാസന് രാമായണം പോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അത് സിമ്പിൾ ഉത്തരമാണ്, എനിക്കറിയാം. മാന്യ പ്രേക്ഷകരായ നിങ്ങളാണ് അത് ഉത്തരം പറയാറുള്ളത് കൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 102, 104 എന്നീ സംഖ്യകളുടെ ഇടയിലുള്ള സംഖ്യ ഏത്? 102, 104 ആക്കറിഞ്ഞൂടെ? 103. 103 അല്ല. എന്തായാലും ഇതൊരു കുസൃതി ചോദ്യമാണ്. 102, 104 ആ സംഖ്യയുടെ ഇടയ്ക്കുള്ളത് 103. 103 അല്ല. 102, 104 ഇടയ്ക്കുള്ള സംഖ്യ 103 അല്ല. എന്തായാലും അല്ല. അപ്പൊ പ്രേക്ഷകർക്ക് എന്തായാലും കറക്റ്റ് ആൻസർ അറിയാമായിരിക്കും, അവർ കമന്റ് ഇടും. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മഹാഭാരതം എഴുതിയതാര്? മഹാഭാരതം എഴുതിയതാര്? ഞാൻ നേരത്തെ പറഞ്ഞ പേരല്ലേ? ഏകദേശം ഒരു സാമ്യല്ലേ? ഒരു സാമ്യമുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായാലും ചോദ്യം മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ടീച്ചർ മൗത്ത് വില്ലേജ് ഏതാണ് ഈ സ്ഥലം? ഒരു ഇംഗ്ലീഷ് വേർഡാണ്. ടീച്ചർ മൗത്ത് വില്ലേജ്. ടീച്ചറിന് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? മൗത്തിന് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? വില്ലേജിന് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? അതെല്ലാം കൂടി കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്. നമ്മൾ കൂടെ പോകുന്ന ഒരു സ്ഥലമാണ്. കൃഷ്ണന്റെ സ്ഥലം തൃശ്ശൂരാണോ? പറയത്തില്ല. എന്തായാലും പ്രേക്ഷകർക്ക് ഇതിനു മുന്നിൽ ആൻസർ മനസ്സിലായി. മാന്യ പ്രേക്ഷകർക്ക് ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മൾ എല്ലാ എപ്പിസോഡിൽ പറയുമെങ്കിലും ഒരു പ്രേക്ഷകരും ഫോൺ നമ്പർ മെൻഷൻ ചെയ്യത്തില്ല, അതാണ് പ്രത്യേകത. പക്ഷെ ആൻസറൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ലോക മലയാളികളുടെ മുന്നിൽ ഏക ശ്രദ്ധ നേടിയ ഒരു പ്രോഗ്രാമായി പറഞ്ഞാൽ ഇതിനകത്ത് തമ്പിൽ വരുന്ന ക്വസ്റ്റിന്റെ ആൻസർ മാത്രമേ കമന്റ് വഴി ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഈ 10 ക്വസ്റ്റിന്റെ ആൻസറും കറക്റ്റ് ആവുന്നവരിൽ നിന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ ഒരാളെ. ഓക്കെ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ്? കുമാരനാശാനാണോ? എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ്? എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ്? കുമാരനാശന്റെ സ്മാരകം ഇവിടെ അല്ലേ? അതിവിടെ തിരുവനന്തപുരത്ത്. മറ്റേ തിരുവനന്തപുരമാണോ?
എഴുത്തച്ഛ സ്മാരകം എവിടെയാണ്? അവിടെ തന്നെ. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓഗസ്റ്റിൽ കാണപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ദിനമുണ്ട്. ഏതാണ് ആ ദിനം? എന്തായാലും ആ ദിനം ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ ഇത്ര ഇതായിട്ടൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്ത്രീകൾക്കൊന്നും ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല അല്ലേ? ഓഗസ്റ്റ് 14 മിണ്ടാതിരിക്കും പ്രേക്ഷകർ. എന്തിനു ചുമ്മാ ഈ ആൻസർ പറഞ്ഞത്? പിന്നെ എന്തിനു ക്വസ്റ്റ്യൻ ചോദിക്കണേ? മാന്യ പ്രേക്ഷകർക്ക് സഹായിച്ചു കൊടുക്കുകയാണല്ലോ എന്റെ ഇതൊരു വല്ലാത്ത സഹായമായി പോയി. ഏതായാലും പറഞ്ഞുള്ള സഹായം. ചോദ്യം ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ചെമ്മീൻ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ചെമ്മീൻ 1-2 തവണ. പരിയക്കുട്ടിയോ 2-3 തവണ കണ്ടു. പരിയക്കുട്ടിയാണ് അതിലെ കഥാപാത്രം. കറുത്തമ്മ. അതിലൊരു പാട്ട് പാടും. ചെമ്മീനിലെ പാട്ട് മറന്നുപോയി. എനിക്ക് പറഞ്ഞൂടെ പാടാൻ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതെ, ചെമ്മീൻ അതൊരു നോവലാണ്. ആ നോവലാണ് ഈ ഒരു സിനിമയാക്കി മാറ്റിയതല്ലേ? ആ നോവൽ എഴുതിയത് ആരാണ്? ചെമ്മീൻ നോവൽ എഴുതിയത് ഇനിയിപ്പോ എന്തായാലും ആലോചിച്ച് ആൻസർ ഒന്നും പറയണ്ട. എന്തായാലും എനിക്ക് ഉത്തരം അറിഞ്ഞുകൂടാ. മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. തെറ്റുകൂടാതെ ഉത്തരം കമന്റ് ചെയ്യൂ. അപ്പോൾ ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കുസൃതി ചോദ്യമാണ്. ചെളിക്കുണ്ടിൽ വീണ ആന എങ്ങനെ കയറി വരും? ചെളിക്കുണ്ടിൽ വീണ ആന എങ്ങനെ കയറി വരും? നടന്നു കയറി വരുന്നതല്ല, വേറൊരു സംഭവം കൂടെ അതിനകത്തുണ്ട്. ചെളിക്കുണ്ടിൽ വീണ ആനയ്ക്ക് വേറൊരു സംഭവത്തോടു കൂടിയാണ് അത് വെളിയിലേക്ക് വരുന്നത്. എന്ത് സംഭവം? വെറുതെ കയറി വരത്തില്ല, അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും എനിക്ക് ഉത്തരം മനസ്സിലായില്ല. മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ആമ നോക്കണ്ട, ഇന്നത്തെ ചോദ്യങ്ങൾ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. വിളിക്കണവര് കണ്ടോ, എല്ലാം കൂടെ വന്ന് നിൽക്കും നമ്മളെ പറഞ്ഞോണ്ട് കേട്ടാ. കാരണം അവര് ആഹാരം കിട്ടാതെ കിടക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളി ചോദ്യങ്ങളായിരുന്നു. മാന്യ പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞങ്ങൾ ഒരു 20-25ഓളം എപ്പിസോഡിനകത്ത് തന്നെ ലോക മലയാളികളുടെ മുന്നിൽ VMTVയെ എത്തിക്കാൻ സാധിച്ചതിൽ നിങ്ങൾ ഓരോരുത്തരുടെയും എത്ര നന്ദി പറഞ്ഞാലും നിങ്ങൾക്ക് അവസാനിക്കുന്നതല്ല. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു എളിയ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഒരു കാര്യം കൂടെ ഞങ്ങൾ പറയട്ടെ, കമൻറ്റ് ചെയ്യുമ്പോൾ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.